ഞാൻ ബാലൻ മാധവൻ. എൻ്റെ 35 കൊല്ലത്തെ ഫോട്ടോഗ്രാഫി കരിയറിൻ്റെ ഭാഗമായി ഞാൻ സഞ്ചരിച്ച യാത്രകളിലൂടെ ഞാൻ കണ്ട പ്രദേശങ്ങളിലെയും അവിടുത്തെ മൃഗങ്ങളും സംസ്കാരവും ഒക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ തവണ കെനിയയിലെ പ്രശസ്തരായിട്ടുള്ള മസായി ട്രൈബൽസിനും അവരോടൊപ്പം ചെലവഴിച്ച സമയവും അവരുടെ സംസ്കാരമൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത്. ഇത്തവണ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഈ കെനിയയിലേക്ക് പോകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ അവരുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഈ മസായി മാര എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ്. കാരണം അവിടെയാണ് നമ്മൾ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ നടക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് വരുന്ന വിൽഡർ ബീസ്റ്റും സീബ്രയും ഈ മാര റിവർ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആ ഒരു 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 നാച്ചുറൽ വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാനും അതോടൊപ്പം തന്നെ അവിടെ മിക്കവാറും ചീറ്റയുടെയും സിംഹങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് മിക്കവാറും ആൾക്കാർ പോകുന്നത് മസായി മാരയ്ക്കായിരിക്കും. ഒരു പക്ഷേ ചിലർ അതിൻ്റെ കൂട്ടത്തിൽ അതിനോട് അടുത്ത് കിടക്കുന്ന ഇപ്പോൾ ലേക്ക് നൈവാഷ അല്ലെങ്കിൽ ലേക്ക് നക്കുറു മുതലായ ലേക്കുകളും കൂടെ സന്ദർശിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രശസ്തനായ ഒരു ആർക്കിടെക്റ്റാണ് ശ്രീ എൻ മഹേഷ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫിക് അസൈൻമെൻറ്റ് എനിക്ക് തന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ കേരളത്തിലുള്ള ഒരുപാട് വലിയ വലിയ റിസോർട്ടുകൾ, അദ്ദേഹം ചെയ്ത റിസോർട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത ഒരു വലിയ റിസോർട്ടാണ് ഡയാനി റീഫ് എന്ന് പറയുന്ന റിസോർട്ട്. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കെനിയയിലെ മൊംബാസ എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരത്തിലാണ്. മൊംബാസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കെനിയയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു തുറമുഖമല്ല മൊംബാസ. മൊംബാസ ഏതാണ്ട് 5ഓളം രാജ്യങ്ങൾക്ക് അവർക്ക്, കാരണം ഈ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, നാച്ചുറലായിട്ട് കടൽ അതിർത്തി ഇല്ലാത്ത രാജ്യങ്ങൾ, പോർട്ടില്ലാത്ത രാജ്യങ്ങൾ, അത്തരത്തിലുള്ള ഉഗാണ്ട, റുവാണ്ട, കോങ്കോ റിപ്പബ്ലിക്ക് മുതലായ രാജ്യങ്ങൾക്കും കൂടി ചേർന്നുള്ളതാണ് ഈ മൊംബാസ പോർട്ട്. ഈ മൊംബാസ പോർട്ട് ഇരിക്കുന്ന ആ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ബീച്ചുണ്ട് അതിനടുത്ത്. ആ ബീച്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. ഇന്ത്യൻ ഓഷ്യനോട് ചേർന്ന് കിടക്കുന്ന ആ ബീച്ചിലുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടാണ് ഈ ഡയാനി റീഫ്. ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പോകേണ്ട ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഈ ഡയാനി റീഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നാച്ചുറലി ഏത് കാലത്തും ഒരു നേച്ചർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, നിർബന്ധമായിട്ട് നിങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കെനിയയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അടുത്താണ്. ഒരുപക്ഷെ 2-3 മണിക്കൂർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് സാവോ ഈസ്റ്റ് എന്ന് പറയുന്ന, സാവോ എന്ന് പറയുകയിൽ TSAVO, സാവോ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഷൂട്ട്, അവിടുത്തെ ഹോട്ടൽ ഷൂട്ട് കഴിയുമ്പോൾ ഞാനും എൻ്റെ എഡിറ്ററും കൂടെ ഞങ്ങൾ 2 ദിവസത്തേക്ക് വേണ്ടി ഒരു ചെറിയ യാത്രയെ നടത്തുന്നു ഈ സാവോ ഈസ്റ്റിലേക്ക്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സഫാരി വാൻ വന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നു. ഈ സഫാരി വാനിൽ നമ്മളൊരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഈ സാവോ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആദ്യം മുതലേ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ മസായി മാര എന്ന് പറയുന്ന കിടക്കുന്ന സാവന്നാസ്, പരന്ന് കിടക്കുന്ന ഈ സാവന്നാസും വളരെ അപൂർവങ്ങളായി മാത്രം അവിടെ ഇവിടെ ഒരു അക്കേഷ്യ മരം കാണുന്ന ലാൻഡ്സ്കേപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സാവോയിൽ ഞാൻ പോയ ഭാഗമെല്ലാം വുഡഡാണ്. എന്ന് പറഞ്ഞാൽ മരങ്ങളുള്ള കാടാണ് സാവോയിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത അവസാനം വൈകുന്നേരമാണ് എത്തുമ്പോൾ ഒരു വലിയ പാറ, ഏതാണ്ട് കുന്നിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഈ സഫാരി ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. കാരണം സാധാരണ ഒരിക്കലും നമുക്ക് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു ബലൂൺ സഫാരിയിലല്ലാതെ ഒരു ടോപ്പ് ആംഗിൾ വ്യൂ കിട്ടത്തില്ല. ഇതൊരു നല്ല ടോപ്പ് ആംഗിൾ വാൻറ്റേജ് പോയിന്റിലാണ് ഇവർ ഈ പാറയുടെ പുറത്ത് ഈ കരിങ്കല്ലും തടിയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ക്യാമ്പ്. വോയ് എന്നാണ് എൻ്റെ പേര്, VOI. അപ്പോൾ വോയ് സഫാരി ക്യാമ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു വാട്ടർ ഹോളുണ്ട്. അപ്പോൾ വാട്ടർ ഹോൾസ് എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു പറുദീസയാണ്. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കാൻ ഒന്നുകിൽ അവർ നദികളെയും കുളങ്ങളെയും ആശ്രയിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെറുതായിട്ട് ഒരുപക്ഷെ മനുഷ്യനിർമ്മിതമായിരിക്കാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്നതായിരിക്കാം ആയിട്ടുള്ള വാട്ടർ ഹോൾസാണ് ഇവർ എന്നും സന്ദർശിച്ചേ പറ്റുള്ളൂ. ഈ ക്യാമ്പിലാണെങ്കിലോ മനോഹരമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ വരെ ഒരു പടിക്കെട്ടുണ്ടാക്കിയിട്ട് അവസാനം ഈ വാട്ടർ ഹോളിൽ
വെള്ളത്തിൻ്റെ നിരപ്പിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി ഒരു ചെറിയ ഹൈഡ്, ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 100-120 പടി ഇറങ്ങി നമ്മൾ ഈ കാണുന്ന ഈ ഓൾമോസ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ പോലെയുള്ള ഈ ഭാഗത്ത് നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നേരെ മുമ്പിലായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഒരുപക്ഷെ കഷ്ടിച്ച് ഒരടി പൊക്കത്തിനാണ് നമ്മുടെ ക്യാമറ ഓപ്പണിംഗ് ഇരിക്കുന്നത്. നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ ഇങ്ങനെ വരുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം രാവിലെ തന്നെ ഞാൻ ക്യാമറയും കൊണ്ട് അതിനകത്ത് പോയിരുന്നു. ഒരു ആനക്കൂട്ടം വരുന്നു, ആനക്കൂട്ടം വന്ന് അവിടെ വെള്ളം കുടിക്കുന്നു, കളിക്കുന്നു. ഇതിനിടയ്ക്ക് ചില ഈ മോക്ക് സ്പാറിംഗ് ഒക്കെ നടക്കുന്നു. പരസ്പരമുള്ള ഇവരെല്ലാം ശക്തി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നതെല്ലാം മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ എനിക്ക് ഈ ഹൈഡ് എന്ന് പറയും, ഫോട്ടോഗ്രാഫേഴ്സ് ഹൈഡ്. അപ്പോൾ ഈ ഹൈഡിൽ നിന്ന് എനിക്ക് സാധിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സഫാരിക്ക് പോകുന്നത്. അപ്പോൾ സഫാരിക്ക് പോകുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ മസായിമാരയിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞു, മൃഗങ്ങൾക്ക് മനുഷ്യനെ പേടിയില്ല. അവർ വളരെ വളരെ കണ്ടീഷൻഡാണ്. എന്നും രാവിലെ ഒരുപക്ഷെ 100 കണക്കിന് സഫാരി വാഹനങ്ങൾ ദിവസവും കാണുന്നതായതുകൊണ്ട് തന്നെ ഈ സഫാരി വാഹനങ്ങളെ ഒരിക്കലും മസായിമാരയിലുള്ള ഒരു മൃഗവും അതിൻ്റെ ഒരു ശത്രുവായി കാണുന്നില്ല. എന്നാൽ നേരെ മറിച്ച് വളരെ കുറച്ച് സന്ദർശകർ മാത്രം വരുന്ന ഈ സാവോയെ സംബന്ധിച്ചുള്ള സാവോയിലെത്തുന്ന ഓരോ വാഹനത്തെയും അവിടുത്തെ മൃഗങ്ങൾ സ്വീകരിക്കുന്നത് 2 കൈ നീട്ടിയല്ല, മറിച്ച് അവർക്കൊരു ഹോസ്റ്റിലിറ്റി ഉണ്ട്. ഒരല്പം, പ്രത്യേകിച്ച് ആനകളൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരല്പം ഗാർഡഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ മൃഗങ്ങൾ ഇപ്പോഴും വൈൽഡാണ്, കണ്ടീഷൻഡ് അല്ല. എന്നെ സംബന്ധിച്ചുള്ള അത് വലിയ കാര്യമായിരുന്നു. കാരണം ഇത്തരത്തിൽ ഒരു ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു അഗ്രഷനോട് കൂടി നിൽക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ അതിൻ്റെ ബിഹേവിയർ കാണിക്കുന്നു. വളരെ രസകരമായൊരു കാര്യം, വലിയ ആനക്കൂട്ടങ്ങൾ അവിടെ ഉണ്ട്. ഈ ആനക്കൂട്ടങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഈ ആനക്കൂട്ടങ്ങളുടെ നിറം എന്ന് പറയുന്നത് ഏതാണ്ട് ചുവന്ന നിറമാണ്. നമുക്കെല്ലാം അറിയാം ആനയുടെ നിറം കറുപ്പാണ്. പക്ഷേ ഈ സാവോയിലെ ആനകളുടെ നിറമെന്ന് പറയുന്നത് ചുവന്ന നിറമാണ്. അതിന് കാരണം ഈ ആനകൾക്ക്, നമുക്കെല്ലാം അറിയാം, ആനയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കുളിച്ച് കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പൂഴി വാരി ദേഹത്തിടുക. അതിൻ്റെ ദേഹത്തുള്ള ഇൻസെക്ട്സിനെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആന എപ്പോഴും ദേഹത്ത് ഈ പൂഴി വാരി ഇടുന്നത്. ഈ സ്ഥലത്തുള്ള സാവോ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പിലെ മണ്ണിന് നല്ല ചുവന്ന നിറമാണ്. അപ്പോൾ ഇവർ ആന കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ വെള്ളം ദേഹത്ത് ചീറ്റിയതിന് ശേഷം ഈ നല്ല ചെമ്മണ്ണ് ദേഹത്ത് ഇടുന്നത് കാരണം ഈ സാവോയിലെ ആനകൾ അറിയപ്പെടുന്നത് തന്നെ ദ റെഡ് എലിഫൻസ് ഓഫ് സാവോ എന്നാണ്, ചുവന്ന ആനകൾ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കലും മറ്റൊരു സ്ഥലത്ത് കാണാത്ത രീതിയിലുള്ള ഈ കളറുള്ള ആനകൾ നമ്മൾ കാണുന്നു. എന്ന് മാത്രമല്ല, ഒന്നിലധികം തവണ ഈ ആനക്കൂട്ടത്തിൻ്റെയൊക്കെ നമ്മൾ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്നിലധികം തവണ ഈ വലിയ 2 ആനകൾ ഞങ്ങളുടെ വാഹനത്തിലേക്ക് ചാർജ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പറഞ്ഞു, വിഷമിക്കേണ്ട, അറ്റാക്കില്ല, എന്നാൽ പോലും നമ്മളെ ചാർജ് ചെയ്യണം. അതിൻ്റെ ചിഹ്നം വിളിയോടുകൂടി ചെവി ഇങ്ങനെ വിരിച്ചു വെച്ച്, ആഫ്രിക്കൻ ആനയുടെ ചെവികൾ എന്ന് പറയുന്നത് നമ്മുടെ ആനയേക്കാളും വലിയ ചെവികളാണ്, ഉയരവും കൂടുതലാണ്. ഏതാണ്ട് 2 അടിയോളം നമ്മുടെ ആനയേക്കാൾ ഉയരം കൂടിയ ഈ ടവറിങ് ആയിട്ടുള്ള ഈ 11-11.5 അടി പൊക്കമുള്ള ഈ ആന നമ്മുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാനില്ല. എന്നാൽ പോലും ആഫ്രിക്കൻ ആനകൾ ഇന്നോളം മനുഷ്യനെ അങ്ങനെ ആക്രമിച്ച് കൊന്ന ഒരു ചരിത്രം ഇല്ലാത്തതിനാൽ നമുക്ക് ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ സാവോയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ച് അതിലൊരു പഴയ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹോളിവുഡ് ചിത്രമുണ്ട്, ദ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അത് എനിക്കൊന്ന് ഓസ്കാർ വരെ കിട്ടിയിട്ടുള്ളൊരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് 1890-കളിൽ അന്ന് അവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ആ ഭാഗത്തായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഇടുകയാണ്. ആ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ സാവോ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ നാഷണൽ പാർക്കിനകത്തൂടെയാണ്. ഈ ട്രാക്കിലേക്ക് പണിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നുമുള്ള റെയിൽവേയുടെ പണി അറിയാവുന്ന ഒരു വലിയ സംഘം ആൾക്കാരെയാണ് അന്ന് ബ്രിട്ടീഷുകാരെ കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവന്ന് പണി നടക്കുന്ന ഇവരെ ക്യാമ്പുകളിൽ താമസിപ്പിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ കൂട്ടത്തിൽ ഒരാൾ അപ്രത്യക്ഷനാകുകയാണ്. പെട്ടെന്ന് കാണാനില്ല. അത് അടുത്ത ദിവസം പിന്നെ അന്വേഷിച്ച് പോകുമ്പോഴേക്ക് ഒരുപക്ഷെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും ഒരു മാനീറ്റർ ആണെന്ന് മനസ്സിലാകുന്നു. ഒരു മാനീറ്ററായിട്ടുള്ള ഒരു മനുഷ്യഭോജിയായിട്ടുള്ള ഒരു മൃഗമാണ് ഈ രാത്രി വന്ന് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത്. ഇത് തുടരെ വരികയും അവസാനം ഈ മൃഗത്തെ അന്വേഷിച്ചുകൊണ്ട്
ഈ സിനിമയിലെ നായകൻ പോയി അവസാനം ഒരു സിംഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവസാനം ആ സിംഹത്തെ വെടിവെക്കുകയാണ്. പക്ഷെ വെടിവെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും മരണം സംഭവിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് 2 സിംഹങ്ങൾ കൂടിയാണ് ഈ വേട്ട നടത്തിയിരുന്നത്. 2 ബ്രദേഴ്സായിരുന്നു. അവർ സാധാരണഗതിയിൽ സിംഹങ്ങൾ മാനീറ്റേഴ്സ് ആവാറില്ല. ഇത് എന്തോ പ്രത്യേക സാഹചര്യത്തിൽ മാനീറ്റേഴ്സ് ആയിട്ടുള്ള 2 സിംഹങ്ങൾ, അതിനെയാണ് ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്നുള്ള പേരിൽ ആ സിംഹങ്ങൾ അറിയപ്പെടുകയും പിന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കഥയായിട്ട് ഇത് മാറുകയും ചെയ്തു. ഈ സിനിമയിൽ നമ്മുടെ ഓംപുരിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണിത്. ആ സിനിമ നടക്കുന്ന അതേ ലാൻഡ്സ്കേപ്പിലാണ് ഞാൻ ഈ സ്ഥലത്ത് പോയതെന്നും എനിക്ക് അവിടെയുള്ള വന്യജീവികളെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സാവോ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ, സാധാരണ ആഫ്രിക്കയിൽ പോകുന്ന ആൾക്കാരിൽ കൂടുതലും ഈ വളരെ ടൂറിസ്റ്റി ആയിട്ടുള്ള മസായിമാരെ പോകുന്നതിന് പകരം ചെറിയ നാഷണൽ പാർക്കുകൾ അല്ലെങ്കിൽ ലെസ് നോൺ നാഷണൽ പാർക്ക്സ്, ഇപ്പോൾ സാവോ ചെറുതല്ല, സാവോ ഒരുപക്ഷെ കെനിയയിലെ ഏറ്റവും വലിയ പാർക്കാണ്, എന്നാൽ പോലും സന്ദർശകർ ഏറ്റവും കുറഞ്ഞിട്ടുള്ള പാർക്കുകളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വന്യമൃഗങ്ങളെ അതിൻ്റെ വന്യതയോട് കൂടി തന്നെ കാണാൻ പറ്റുമെന്നുള്ള ഒരു നല്ല അനുഭവമാണ് എനിക്ക് അവിടെ കിട്ടിയത്. ആഫ്രിക്കയിലെ നാഷണൽ പാർക്കുകളിൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു നാഷണൽ പാർക്കാണ് അംബോസിലി നാഷണൽ പാർക്ക്. എന്താണ് അംബോസിലിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് നാഷണൽ പാർക്കുകളിൽ പ്രിഡോമിനൻ്റ്ലി സാവന്നാസ് ആണ്, പുൽമേടുകളാണ്, അവിടെ ഇവിടെ കാണുന്ന ചെറിയ മരങ്ങളും ചെറിയ കാടുകളുമാണെങ്കിൽ അംബോസിലിയുടെ പ്രത്യേകത ഒരുപാട് മാർഷ് ലാൻഡ് എന്നുള്ള ചതുപ്പുകളുള്ള, വെള്ളക്കെട്ടുകളുള്ള, ചതുപ്പുകളുള്ള ഒരു പ്രദേശമാണ്. എന്നാൽ നല്ല തുറസായ സ്ഥലങ്ങളുമുണ്ട്. ഒരുപക്ഷെ ആഫ്രിക്കയിൽ പോകുന്ന ഏത് വ്യക്തിക്കും ലോകത്തെ ഏറ്റവും വലിയ കരയിൽ ജീവിക്കുന്ന ജീവിയായിട്ടുള്ളത് ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെ വലിയ കൂട്ടങ്ങളെ കാണണമെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം അംബോസിലി നാഷണൽ പാർക്കാണ്. ഇതിൻ്റെ ഒരു ആഡഡ് അട്രാക്ഷൻ ഉണ്ട്. അംബോസിലി നാഷണൽ പാർക്ക് ഇരിക്കുന്നത് ടാൻസാനിയയുടെ ഒരു ബോർഡറിലാണ്. പക്ഷേ ഈ ബോർഡറിൽ ടാൻസാനിയയിൽ ഈ നാഷണൽ പാർക്ക് ഇരിക്കുമ്പോൾ അംബോസിലി നാഷണൽ പാർക്ക് 1974 നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്തതും 1991 ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അത്രമാത്രം ജൈവ വൈവിധ്യമുള്ള 400-ൽ പരം ബേർഡ് സ്പീഷീസുള്ള, സിംഹങ്ങളുള്ള, മറ്റ് ജിറാഫും സീബ്രയും വിൽഡർ ബീസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളുണ്ടെങ്കിലും ഈ വാട്ടർ ബോഡീസിൻ്റെ സാന്നിധ്യം കാരണം പക്ഷികളുടെ ഒരു വലിയ എന്താ പറയുക ഒരു കോൺഗ്രിഗേഷൻ വരുന്നൊരു സ്ഥലമാണ്. നമുക്ക് മസായിമാരയിൽ ഒരിക്കലും ഇത്രയധികം ബേർഡ് സ്പീഷീസ് കിട്ടാറില്ല. പക്ഷേ നമുക്ക് അംബോസിലിയിൽ എത്തുമ്പോൾ നമുക്ക് ബേർഡ് സ്പീഷീസ് കാണാം.
അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് ഈ അംബോസലിം നാഷണൽ പാർക്കിൻ്റെ ബോർഡറിലിരിക്കുന്ന ഒരു ഭാഗത്താണ് മൊത്തം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള കിളിമഞ്ചാരോ എന്ന് പറയുന്ന ആ അഗ്നിപർവ്വതം ഇരിക്കുന്നത്. അപ്പോൾ അതിരാവിലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പം നമ്മുടെ മുമ്പിൽ ഈ 5865 മീറ്ററോളം ഉയരമുള്ള ഈ കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപർവ്വതം നമ്മുടെ നേരെ മുമ്പിൽ കാണുകയാണ്. ഏത് നേരവും ഏറ്റവും മുകളിൽ ഐസ് കെട്ടിക്കിടക്കുന്ന, ഒരുപക്ഷെ ആഫ്രിക്കയിൽ ഇത്തരത്തിൽ ഒരു മലയുടെ മുകളിൽ ഐസ് കെട്ടിക്കിടക്കുന്ന മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊടുമുടി മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത് അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പം നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു നല്ല ആനക്കൂട്ടത്തിൻ്റെ ഫോട്ടോ, ഈ ഫ്രണ്ടിൽ ആനക്കൂട്ടവും ബാക്കിൽ ഈ കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഈ കൊടുമുടിയും കൂടെ ചേർത്ത് എടുക്കുക എന്നുള്ള ഡ്രീമുമായിട്ട് ഞാൻ 3-4 വട്ടം ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ ദൂരെയുള്ള ഹേസ് കാരണമോ അല്ലെങ്കിൽ ക്ലൗഡ് കാരണമോ നമുക്ക് കിളിമഞ്ചാരോയും താഴെ ഒരു ആനക്കൂട്ടവുമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഏറ്റവും എൻ്റെ ലാസ്റ്റ് ട്രിപ്പിലാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. ഒരു കൂട്ടം ആനകൾ താഴെ നിൽക്കുന്നു, ഇതിൻ്റെ പുറകിലായിട്ട് ഈ 6000 മീറ്ററിനോടടുത്ത് ഉയർന്നു നിൽക്കുന്ന ഈ കിളിമഞ്ചാരോ പർവ്വതം കൂടെ ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏത് ഫോട്ടോഗ്രാഫറുടെ ഒരു സ്വപ്നമായിരിക്കും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചോളം നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഇന്ന ചിത്രം വേണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടല്ല നമ്മൾ ഓരോ യാത്രയും പോകുന്നത്. കാരണം വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ മുമ്പിൽ എന്താ കാണിക്കേണ്ടത്. നമുക്കങ്ങനെ ഒരു പ്ലാനും വിടാൻ പറ്റില്ല, ഒരു ആഗ്രഹവും നമുക്ക് ഉള്ളിൽ കൊണ്ടു നടക്കാനും പറ്റില്ല. സ്വപ്നങ്ങൾ കൊണ്ടു നടക്കാം, പക്ഷേ ആ ദിവസം എന്താണ് നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നത് അതെടുക്കാനുള്ള തയ്യാറെടുപ്പ്, പ്രിപ്പറേഷനും റെഡിനെസ്സും റിഫ്ലക്സസും ഇത് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അത്തരത്തിൽ ഒരു ദിവസം ഈ മാർഷ് ലാൻഡിനകത്ത് ഈ ആനകളുടെ ചിത്രം എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വിൽഡർ ബീസ്റ്റ് ഒറ്റയ്ക്ക് വരുന്നു, വന്നിട്ട് ഈ ചെളിയിൽ കുറച്ച് നേരം മറിയുന്നു. കാരണം ഈ മൃഗങ്ങൾക്കെല്ലാം ചെളി എന്ന് പറയുന്ന അവരുടെ ദേഹത്തിൻ്റെ ഒരു ഇൻസെക്റ്റ് പ്രൊട്ടക്ഷൻ ഒരു മെക്കാനിസമാണ്. അപ്പോൾ സീബ്രകൾ വന്ന് ഈ ദേഹത്ത് കംപ്ലീറ്റ് പൂഴിയിട്ട് മറിയുന്നുണ്ട്, കുറച്ചപ്പുറത്തായിട്ട് ഈ വിൽഡർ ബീസ്റ്റ് മറിയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഗ്രേറ്റ് ആഫ്രിക്കൻ ഫിഷിംഗ് ഈഗിൾ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കയിലെ ഏറ്റവും നല്ലൊരു അൾട്ടിമേറ്റ് ഒരു റാപ്റ്റർ പ്രെഡേറ്റർ ആയിട്ടുള്ള ഈ പക്ഷി വന്ന് ഈ ചതുപ്പിലിരുന്നു. അപ്പോൾ ചതുപ്പിൽ എന്താ ഇത് വന്ന് ഇരിക്കുന്നത്? സാറിന് ഇതിൽ പറന്ന് വന്നിട്ട് വെള്ളത്തിൽ മീനെ ഈ തട്ടിക്കൊണ്ട് പോകുന്നൊരു പക്ഷിയാണ്. പക്ഷേ ചതുപ്പിൻ്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു, നിശബ്ദമായിട്ട് അതങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇതൊന്ന് പറക്കുക പോലും ചെയ്തില്ല, ഒന്ന് കുതിച്ചിട്ട് ഒരു ഏതോ ഒരു വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിയെ അവർ പിടിക്കുകയാണ്. പിടിച്ചു കഴിയുമ്പോഴേക്ക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടയുന്നു. ആ നിമിഷമാണ് ഞാൻ കാണുന്നത് ഒരുപക്ഷെ ഈ പരുന്തിനേക്കാളും ഒരു അരമടങ്ങ് വലിപ്പം വരുന്ന അല്ലെങ്കിൽ ഭാരം വരുന്ന ഒരു ആഫ്രിക്കൻ മൂഷി എന്ന് പറയുന്ന ഒരു വലിയ മീനിനെ ഇവൻ പിടിച്ചു കഴിയുമ്പോഴേക്കും മൂഷി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പരുന്തിനെ വലിച്ചുകൊണ്ട് വെള്ളത്തിന് അടിയിലേക്ക് പോവുകയാണ്, താഴോട്ട് ചെളിക്കകത്തോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒരു പോയിന്റിൽ ഈ പക്ഷി ഉൾപ്പെടെ വലിച്ച് താഴോട്ട് പോകുന്നു, വെള്ളത്തിലേക്ക് പക്ഷിയുടെ തല ഉൾപ്പെടെ മറിഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടറിൽ നിൽക്കുകയാണ്, ഇത് എന്താ സംഭവിക്കുന്നത്. പക്ഷേ അടുത്ത നിമിഷം എന്തുകൊണ്ട് ആഫ്രിക്കൻ ഫിഷിംഗ് ഈഗിൾ ഇത്രയും ഒരു പ്രശസ്തമായ ഒരു പക്ഷിയായെന്നുള്ളത് അത് നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തരികയാണ്. കാരണം 2 ചിറകും എടുത്ത് അതിൻ്റെ ഫുൾ ശക്തി പറക്കാൻ പറ്റുന്നില്ല. കാരണം അതിനേക്കാളും ഭാരമുള്ള ഒരു മീനിനെ, എനിക്കൊന്നൊരു 6-7 കിലോയെങ്കിലും വെയിറ്റ് വരുന്ന ഒരു ഭാരം വരുന്നൊരു മീനിനെ ഇതിങ്ങനെ അതിൻ്റെ നഖത്തിൽ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ ആഞ്ഞടിച്ച് അത് ഈ മുങ്ങിപ്പോകുന്നതിന് പകരം അത് വലിച്ച് ഈ മീനിനെ വലിച്ച് കരയിൽ കയറ്റി അവിടെ കരയിലോട്ട് കൊണ്ടിടുന്ന ഒരു സീന് ഏതാണ്ട് ഒരു 30 മീറ്റർ ഇപ്പുറത്തിരുന്നുകൊണ്ട് ഞങ്ങൾ വാഹനത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കും.
പ്രകൃതിയിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഇത്തരം എന്തു പറയും വണ്ടേഴ്സ് എന്ന് പറയുന്ന നാച്ചുറൽ വണ്ടേഴ്സ് കാണാൻ ആഫ്രിക്കയോളം പറ്റിയ ഒരു സ്ഥലം ലോകത്തില്ല. എത്ര തവണ യാത്ര ചെയ്താലും വീണ്ടും 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 നമ്മളെ തിരിച്ചു വിളിക്കുന്ന, മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. മനുഷ്യരുടെ സംസ്കാരം എടുത്താലും മൃഗങ്ങളുടെ അബണ്ടൻസ് കൊണ്ട് ഒരുപക്ഷെ നമ്മളിവിടെ 1-2 എണ്ണങ്ങൾ പറയുന്നിടത്ത് 1000ങ്ങളുടെയും 10000ങ്ങളുടെയും കൂട്ടം കാണാൻ പറ്റുന്ന, മനുഷ്യനും പ്രകൃതിയും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ അതിമനോഹരമായ ഈ ആവാസ വ്യവസ്ഥ എത്ര കണ്ടാലും മതിയാകില്ല. വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.